Hello students, okay, നമ്മൾ third chapter respiration and excretion already start ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, പേജ് നമ്പർ 58 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അഥവാ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിവിടെ ഒരു ആൽവിയോളയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ആൽവിയോളയ്ക്ക് ചുറ്റും എന്ത് കാണുന്നുണ്ട്? രക്തലോമികകളുടെ കവറിങ് കാണുന്നുണ്ട്, അഥവാ ബ്ലഡ് ക്യാപ്പിലറീൻ്റെ കവറിങ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുപോലെ കോടിക്കണക്കിന് ആൽവിയോളയുണ്ട് രണ്ട് ലങ്സിലും കൂടി. ഓക്കെ, അപ്പോൾ അതിന് ചുറ്റുമെല്ലാം ഇതുപോലെയുള്ള ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ കവറിങ് ഉണ്ടാകണമെന്നുള്ള ഓർമ്മ വരണേ. ഓക്കെ, സോ ആ ബ്ലഡ് ക്യാപ്പിലറീസ് കവർ ചെയ്യുന്നു. എന്തിനാണ് കവർ ചെയ്യുന്നത്? ഓക്സിജൻ്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എയറിൻ്റെ ട്രാൻസ്ഫർ പരസ്പരം പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൺ. ഈ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്സിജൻ്റെ അളവ് ആൽവിയോളയ്ക്ക് അകത്ത് കൂടുതലാണ്. ഓക്കെ, അപ്പം ഓക്സിജൻ്റെ അളവ് ആൽവിയോളയ്ക്ക് അകത്ത് കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇപ്പോൾ ഒരു ഇൻസ്പിരേഷൻ അഥവാ ഇൻഹലേഷൻ, ഓക്കെ, അഥവാ ഒരു അകത്തേക്ക് ബ്രീത്ത് ഇൻ ചെയ്തിട്ടുണ്ട്, എയറിന് അകത്തേക്ക് ബ്രീത്ത് ഇൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എയറിന് അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യന്മാർ എന്താണ് ശ്വസിക്കുന്നത്? ഓക്സിജനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഓക്സിജനാണ് ആൽവിയോളയ്ക്ക് അകത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് കൂടാൻ കാരണമായിട്ടുള്ള ഒരു ഇൻസ്പിരേഷൻ അവിടെ, ഇൻഹലേഷൻ അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഡൺ. ഇനി നിങ്ങൾ ആ ബ്ലഡ് ക്യാപ്പിലറീസ് നോക്കൂ. അതിൽ എന്തിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? CO2വിൻ്റെ ഗാഢത കൂടുതൽ, അഥവാ CO2വിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ഹയർ ഇൻ ബ്ലഡ് ക്യാപ്പിലറീസ്. അപ്പോൾ അവിടെ എന്താണ്? അടുത്ത ഒരു എക്സ്പിരേഷന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വേസ്റ്റ് ആയിട്ടുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിൽ നിന്നും വരുന്ന ഇംപ്യൂർ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇൻസ്പിരേഷൻ നടന്നു, നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തു. ഇനി അടുത്തത് എന്താണ്? ശ്വാസം പുറത്തേക്ക് കളയലാണ്. ഓക്കെ, അഥവാ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് റിമൂവ് ചെയ്യലാണ്. ഓക്കെ, അതിനുവേണ്ടി അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റെഡി ആയിട്ടില്ലേ? യെസ്, റെഡി ആയിട്ടുണ്ട്. സോ ഓക്സിജൻ്റെ അളവ് ആൽവിയോളയ്ക്ക് അകത്ത് കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ബ്ലഡ് ക്യാപ്പിലറിക്ക് അകത്ത് കൂടുതലാണ്. ഓക്കെ, രണ്ട് സിറ്റുവേഷനും പഠിച്ചല്ലോ. ഓക്കെ, സോ അതവിടെ ഓർത്ത് വെച്ചോ. ഇനി നമുക്കിതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൽവിയോളസിൻ്റെ വോൾസ് എന്ന് പറയുന്നത്, ഓക്കെ, ആൽവിയോളയ്ക്ക് ചുറ്റുമുള്ള ഈ ആൽവിയോളയും അതുപോലെ തന്നെ ബ്ലഡ് ക്യാപ്പിലറിയും തമ്മിലുള്ള ആ ഒരു മതിൽ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ, അഥവാ ഒറ്റ നിര കോശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? വളരെ നേർത്തതായിട്ടുള്ള, അത്രയും നേർത്തതായിട്ടുള്ള ആ ഒരു എയറിൻ്റെ ട്രാൻസ്ഫർ ഏറ്റവും ഈസിയായി നടക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബൗണ്ടറിയാണ് അവർക്കിടയിലുള്ളത്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ള സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ട്, അഥവാ ഒറ്റ നിര കോശങ്ങൾ കൊണ്ടാണ് അവർക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അവർ തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് ആ ഒരു ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് മാത്രമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതെന്തിനാണ്? അവർ തമ്മിലുള്ള എയറിൻ്റെ ട്രാൻസ്ഫർ വളരെ ലളിതമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗുഡ്. ഇനി വരുന്നത് ആൽവിയോളസിൻ്റെ ഭിത്തി അഥവാ അതിൻ്റെ വാൾസിൽ എപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഈർപ്പത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ശ്വസനവാതങ്ങളുടെ എളുപ്പത്തിലുള്ള ട്രാൻസ്ഫർ പോസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ശ്വസനവാതകങ്ങൾ ഈർപ്പത്തിൻ്റെ പ്രസൻസ് ഉള്ള സമയത്ത് പെട്ടെന്ന് അവരുടെ ഡിഫ്യൂഷൻ, ഓക്കെ, ഡിഫ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന പ്രോസസ്സ്. യെസ്, ഇതേ ഡിഫ്യൂഷന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ട്രാൻസ്ഫർ പെട്ടെന്ന് പോസിബിൾ ആക്കാനും, ആരുടെ? ശ്വസനവാതകങ്ങളുടെ ട്രാൻസ്ഫർ പോസിബിൾ ആക്കാനും ഈ പറയുന്ന മോയ്സ്ചറൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ഡിഫ്യൂഷൻ വഴിയാണ് രക്തലോമികയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ആൽവിയോളയിലുള്ള ഓക്സിജൻ നമ്മൾ ഉച്ഛ്വാസം വഴി, നമ്മൾ ഇൻസ്പിരേഷൻ വഴി, നമ്മൾ ഇൻഹലേഷൻ വഴി അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ അത് ഡിഫ്യൂഷൻ വഴി രക്തലോമികകളിലേക്ക് എത്തുന്നു. ഓക്കെ, രക്തലോമികകളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളൈസിലേക്ക് വ്യാപിക്കുന്നതും എങ്ങനെയാണ്? ഇതേ ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്കെ, സോ ഡിഫ്യൂഷൻ ഓർമ്മയില്ലേ? നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് വെച്ചതും ബിരിയാണീൻ്റെ കാര്യമൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് സെയിം ഡിഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, സോ അതിൻ്റെ അളവ് കൂടുതലെടുത്ത് കുറഞ്ഞെടുത്തേക്കുള്ള ട്രാൻസ്ഫർ നടത്താനുള്ളൊരു മെത്തേഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അത് ആൽവിയോളസിൽ നിന്നും രക്തലോമികകളിലേക്ക് അഥവാ ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് സർഫക്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്താണ് സർഫക്റ്റൻറ്റ് എന്ന് പറയുന്നത്? യെസ്, സർഫക്റ്റൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളസിനകത്തേക്ക് എയർ ഫില്ലാവുമ്പം, ഓക്കെ, എയർ ഫില്ലാവുമ്പം അതിനെ പ്രോപ്പറായിട്ട്
ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് അതിൻ്റെ ട്രാൻസ്ഫർ പോസിബിൾ ആക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ്. ഓക്കെ, ഇപ്പം അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ പുറത്തേക്ക് റിമൂവ് ചെയ്യണം, ഓക്സിജൻ ആകുമ്പം ശരീരത്തിനകത്തേക്ക് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആൽവിയോളസിനകത്ത് ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സർഫെക്റ്റൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. മാംസം തികയാതെ ജനിക്കുന്ന നവജാത ശിശുക്കളിൽ ഇപ്പം ഈ പറയുന്ന സർഫെക്റ്റൻ്റെ എല്ലാം പ്രോപ്പറായിട്ടുള്ള സാന്നിധ്യം ഇല്ല എങ്കിൽ അവർക്ക് ഡെത്ത് വരെ സംഭവിക്കാൻ ഇത് കാരണമാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സർഫെക്റ്റൻ പാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ പൊതുവേ ഫോസ്ഫോലിപ്പിഡ്സ് കാണാൻ പറ്റും, പ്രോട്ടീൻസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ന്യൂട്രലായിട്ടുള്ള ലിപ്പിഡ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇമാജിൻ ചെയ്യാൻ പറ്റും അത് ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നുകിൽ ചുണ്ണാമ്പ് വെള്ളമോ അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റോ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ എയർ പാസ് ചെയ്യുമ്പം, ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പിരേഷൻ ചെയ്യുന്ന സമയത്ത് അഥവാ നിശ്വാസം ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള എയർ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് കളർ ചേഞ്ച് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലറായിട്ടുള്ള ഇൻഡിക്കേറ്റർ എടുക്കുന്ന സമയത്ത് ഏത് രീതിയിലാണോ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എഫക്റ്റ് വരുന്നത് അതിനനുസരിച്ച് അവിടെ കളർ ചേഞ്ച് ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ അഥവാ നമുക്ക് എത്താൻ പറ്റുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇൻസ്പിരേഷൻ ചെയ്യുമ്പോൾ അഥവാ നമ്മൾ ഉച്ഛ്വാസ സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മളെടുക്കുന്ന എയറാണ് ടെസ്റ്റ് ട്യൂബ് ബിയിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ബിയിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബ് ബിയിലൂടെ കടന്നു പോകുന്ന എയറിനെ നമ്മൾ ഇൻഡിക്കേറ്റർ വഴി പാസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇവിടെ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഇൻഡിക്കേറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, വലിയ ചേഞ്ചൊന്നും ഉണ്ടാകുന്നില്ല, ഇൻഡിക്കേറ്റർ ലൈനിയുടെ നിറത്തിലൊന്നും ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഓക്കെ, എന്നാൽ ടെസ്റ്റ് ട്യൂബ് സിയിലൂടെ കടന്നു പോകുന്ന എയർ ഈ ഇൻഡിക്കേറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അവിടെ ഇൻഡിക്കേറ്റർ ലൈനിയുടെ നിറം മാറുന്നുണ്ട്. അപ്പം അതിനർത്ഥം എന്താണ്, ടെസ്റ്റ് ട്യൂബ് സിയിലൂടെ കടന്നു പോകുന്ന എയറിൽ CO2ൻ്റെ പ്രസൻസ് ഉണ്ട് കമ്പയർ ടു ടെസ്റ്റ് ട്യൂബ് ബി. ഓക്കെ, ഉച്ഛ്വാസ സമയത്ത് അഥവാ എയർ എടുക്കുന്ന ഇൻസ്പിരേഷൻ സമയത്ത് ടെസ്റ്റ് ട്യൂബ് ബിയിലൂടെ കടന്നു പോകുന്ന എയറിൽ CO2ൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഇൻഡിക്കേറ്ററിൽ കളർ ചേഞ്ച് ഉണ്ടാകുന്നില്ല, നിറം മാറുന്നില്ല. എന്നാൽ ടെസ്റ്റ് ട്യൂബ് സിയിലൂടെ കടന്നു പോകുന്ന എയറിൽ അഥവാ നിശ്വാസവേളയിൽ അഥവാ എക്സ്പിരേഷൻ ചെയ്യുന്ന സമയത്തുള്ള എയറിൽ CO2ൻ്റെ പ്രസൻസ് ഉണ്ട്, സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇൻഡിക്കേറ്ററിൻ്റെ നിറം മാറുന്നുണ്ട്, കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ആ കളർ ചേഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ചുണ്ണാമ്പ് വെള്ളം ഉപയോഗിച്ചാൽ എന്ത് മാറും, ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായിട്ട് മാറും. ഇനി അതേസമയം ഹൈഡ്രജൻ കാർബണേറ്റാണ് ഇൻഡിക്കേറ്ററായി ഉപയോഗിക്കുന്നെങ്കിലോ അതിൻ്റെ കളറ് റെഡിൽ നിന്നും എന്തായി മാറും, യെല്ലോ കളറായി മാറും, മഞ്ഞ നിറമായി മാറും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഒബ്സർവേഷൻ അഥവാ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എത്തേണ്ട കൺക്ലൂഷൻ എന്താണ്, ടെസ്റ്റ് ട്യൂബ് ബി അഥവാ ഇൻസ്പിരേഷൻ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ആ എയറിൽ കുറവാണ്. എന്നാൽ എക്സ്പിരേഷൻ ചെയ്യുന്ന സമയത്ത് അഥവാ നിശ്വാസം ചെയ്യുന്ന സമയത്ത് ആ എയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡിക്കേറ്ററിൽ കളർ ചേഞ്ച് ഉണ്ടാകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ മൊത്തം ഓക്സിജൻ്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്ഫർ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് ഒറ്റ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ അതിൽ തന്നെ നോക്കുന്ന സമയത്ത് ശ്വാസകോശത്തിൽ വെച്ച് അഥവാ ആൽവിയോളയിൽ വെച്ചിട്ട് നമ്മൾ ഇൻസ്പിരേഷൻ അഥവാ ഉച്ഛ്വാസം നടന്നു കഴിഞ്ഞതിന് ശേഷം ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അത് ആൽവിയോളസിൽ നിന്നും എങ്ങോട്ടേക്ക് പാസ് ചെയ്യും, യെസ്, ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് അഥവാ രക്തലോമിയകളിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ രക്തലോമിയകളിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ, എങ്ങനെയാണ് ഇതിൻ്റെ പാത്ത് വേ, അത് ഏത് ചേമ്പറിലേക്ക് എത്തുന്നു, അവിടെ നിന്നും എങ്ങോട്ട് പോകുന്നു എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ ഓക്സിജൻ ബ്ലഡിൽ എങ്ങനെയാണ് മിക്സ് ആവുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഓക്സിജൻ്റെ ചെറിയൊരു ഭാഗം, ഓക്കെ, നമ്മൾ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഓക്സിജൻ്റെ ചെറിയൊരു ഭാഗം പ്ലാസ്മയിൽ ലയിക്കും. ഓക്കെ, പ്ലാസ്മ അറിയില്ലേ, പ്ലാസ്മയിലെ കണ്ടൻ്റെല്ലാം നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ, പ്ലാസ്മയായിട്ട് കമ്പൈൻ ചെയ്യും. ഇനി വരുന്നൊരു മേജറായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അത് ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായി മാറും. ഓക്കെ, ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് ഫോംസ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂളുമായിട്ട് വരെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർത്ത് വെക്കണേ. ഇനി നമ്മുടെ
ബോഡി ടിഷ്യൂവിൻ്റെ അകത്ത് അഥവാ നമ്മളെ ബോഡി സെൽസിനടുത്ത് എത്തുമ്പം ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിവൈഡ് ചെയ്തിട്ട് അഥവാ അത് തമ്മിലുള്ള കമ്പൈൻ ചെയ്ത ഫോം ബ്രേക്കായിട്ട് ഓക്സിജൻ നേരെ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡി ടിഷ്യൂവിൻ്റെ അടുത്ത് വെച്ചിട്ട് അഥവാ ശരീരകലകളുടെ അടുത്ത് വെച്ചിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ചിട്ട് അഥവാ സെപ്പറേറ്റ് ആയിട്ട് ഓക്സിജൻ ഫ്രീ ആവും. ഈ ഓക്സിജൻ ഫ്രീ ആയി കഴിഞ്ഞാൽ അത് ടിഷ്യൂ ഫ്ലൂയിഡ് വഴി നേരെ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യും. എവിടത്തേക്ക് എൻ്റർ ചെയ്യും? സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ സെല്ലിനകത്തേക്ക് ബ്ലഡ് പോകുന്നുണ്ടോ? ഇല്ല. ബിറ്റ്വീൻ ബോഡി സെൽ ആൻഡ് ബ്ലഡ് കാപ്പിലറീസ് ആരുണ്ട്? ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ട്. അവർക്കിടയിൽ ഒരു ബ്രിഡ്ജായിട്ട് അല്ലെങ്കിൽ ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആൽവിയോളസിൽ നിന്ന് രക്തത്തിലേക്ക് എത്തുന്ന ഓക്സിജൻ്റെ സംവഹനം മേജറായിട്ട് അതായത് മെയിനായിട്ട് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. അവരെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിൻ സെല്ലിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് സെപ്പറേറ്റായി ഓക്സിജൻ വേറെ ഹീമോഗ്ലോബിൻ വേറെ ആവുന്നു. അതിനുശേഷം ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ അഥവാ ടിഷ്യൂ ദ്രവത്തിലൂടെ സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇതുവരെ വളരെ ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഓക്സിജന് സംഭവിക്കാൻ പോകുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സെല്ലിനകത്ത് വെച്ച് അഥവാ കോശത്തിനകത്ത് വെച്ച് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജി സ്വതന്ത്രമാക്കുന്നത്. അഥവാ എനർജി ATP എന്ന് പറയുന്ന ഫോം ഗ്ലൂക്കോസിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത് അഥവാ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഓക്സിജനുമായിട്ട് ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോശശ്വസനം. ഓക്കെ, എയ്റോബിക് റെസ്പിറേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, കോശശ്വസനം. ഓക്കെ, അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ എനർജി ഗ്ലൂക്കോസിൽ നിന്നും സെപ്പറേറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ പ്രക്രിയയിൽ രണ്ടായിട്ട് അതായത് ഈ കോശശ്വസനം എന്ന് പറയുന്ന പ്രോസസ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ ജസ്റ്റ് നെയിം മാത്രം ഇപ്പോൾ പഠിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് നോക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന ATP അഥവാ എനർജി അതായത് ഗ്ലൂക്കോസിനെ ലിബറേറ്റ് ചെയ്ത് കിട്ടുന്ന എനർജി നമ്മൾ പലതരത്തിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ബോഡിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ATP ആണ്. അതെങ്ങനെ നമ്മളെ ബോഡിക്ക് കിട്ടുന്നു? സെല്ലിനകത്ത് വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ്റെ ഹെൽപ്പോട് കൂടി വിഘടിപ്പിക്കുന്ന സമയത്ത് ലിബറൽ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും കിട്ടുന്ന ATP നമ്മൾ പലതരത്തിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ഓടുക, ചാടുക, പാടുക, ഡാൻസ് കളിക്കുക, എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിനെല്ലാം എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് കിട്ടുന്നത്. ഗ്ലൂക്കോസിൽ നിന്ന് എങ്ങനെയാണ് അത് സെല്ലിലേക്ക് എത്തുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? യെസ്, ഡൈജഷൻ പഠിക്കുന്ന സമയത്ത് വില്ലസ് അത് അബ്സോർബ് ചെയ്തിട്ട് ആ പാത്ത് എല്ലാം നമ്മൾ പഠിച്ചതല്ലേ, മറന്നു പോകാൻ പാടില്ലേ. കോശശ്വസനം അഥവാ എയറോബിക് സെല്ലുലാർ റെസ്പിറേഷൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. അത് രണ്ടെണ്ണം ഉണ്ടെന്ന് പഠിച്ചു. അതൊന്ന് ക്രെബ്സ് സൈക്കിളാണ്, ഒന്ന് ഗ്ലൈക്കോളിസിസ് ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ബിഫോർ ദാറ്റ് ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കാൻ ഓക്സിജൻ ആവശ്യമാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. യെസ്, പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ്റെ ഹെൽപ്പോട് കൂടി ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. ATP അതും പഠിച്ചു. ഓക്കെ, എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ബൈ പ്രൊഡക്റ്റായിട്ട് അതായത് വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എന്തും കൂടി ഉണ്ടാകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഉണ്ടാകുന്നുണ്ട്. ആരും കൂടി ഉണ്ടാകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പുറത്തേക്ക് നമ്മൾ നിശ്വാസം വഴി അഥവാ എക്സ്പിരേഷൻ വഴി അഥവാ എക്സലേഷൻ വഴി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നില്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൽ ഉണ്ടാകുന്നത് ഇതുപോലെ എനർജി പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ബൈ പ്രൊഡക്റ്റായിട്ട് അതിൻ്റെ കൂടെ വേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനും കൂടി പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം സെല്ലുലാർ റെസ്പിറേഷനിൽ നടക്കുന്ന ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഈ പറയുന്ന സെല്ലുലാർ റെസ്പിറേഷൻ്റെ വഴി ഉണ്ടായ വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൽ നിന്ന് എങ്ങനെയാണ് ബ്ലഡിലേക്ക് എത്തുക? അത് ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. ഓക്കെ, അഥവാ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെയാണ്. ഓക്കെ, അപ്പം ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ സെല്ലിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എവിടത്തേക്ക് എൻ്റർ ചെയ്യുന്നു? യെസ്, ബ്ലഡ് കാപ്പിലറീസിലേക്ക് അഥവാ രക്തത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലാണ് മിക്സ് ആവുന്നത്. ഓക്കെ, 7% പ്ലാസ്മയുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. 23% ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ആകും. നേരത്തെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആവും. എത്ര %? 23%. ഓക്കെ, ഇനി ബാക്കി എത്രയുള്ളത്? ബാക്കി 70%. ഈ 70% എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ആ 70% ജലവുമായിട്ട് അഥവാ വാട്ടറുമായിട്ട് കൂടി ചേർന്നിട്ട് ബൈകാർബണേറ്റ്സ് ആയി മാറും. എന്തായി മാറും? ബൈകാർബണേറ്റ്സ് ആയി മാറും. അപ്പം 70% ബൈകാർബണേറ്റ്സ് ആയിട്ടും റിമൂവ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ആൽവിയോളാർ രക്തലോമികളിൽ വെച്ചിട്ട് അതായത് ആൽവിയോളസിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്
ഈ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും സെപ്പറേറ്റായി, അതായത് വിഘടിച്ചതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് എവിടത്തേക്ക് എത്തുന്നു? പ്ലാസ്മയിലേക്ക് എത്തുന്നു. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലേക്ക് എത്തുന്നു. നേരത്തെ നമ്മൾ ഹീമോഗ്ലോബിൻ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ വേറെ ഹീമോഗ്ലോബിൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്ന പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടെ കാർബമിനോ ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ ബൈകാർബണേറ്റ്സ് ആൽവിയോളസിന് അടുത്തേക്ക് എത്തുമ്പം എന്തായി മാറുന്നുണ്ട്? സെപ്പറേറ്റ് ആയി മാറുന്നുണ്ട്. ഓക്കെ, CO2ൻ്റെ കോൺസെൻട്രേഷൻ പ്ലാസ്മയിൽ വളരെ കൂടുന്ന സമയത്ത് CO2 ആൽവിയോളസിലേക്ക് ഡിഫ്യൂഷനിലൂടെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്ലാസ്മയിലെത്തുന്ന സമയത്ത് അഥവാ ബ്ലഡ് കാപ്പിലറിയിലെത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. ബിക്കോസ് എന്താണ്? ബൈകാർബണേറ്റ്സും കാർബമിനോ ഹീമോഗ്ലോബിനൊക്കെ വിഘടിച്ചു, സെപ്പറേറ്റായി. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായി. അപ്പോൾ ഈ കൂടുതലാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഡിഫ്യൂഷൻ വഴി ബ്ലഡിൽ നിന്നും അത് ആൽവിയോളസിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ഇനി ആൽവിയോളർ എയർ ട്രാൻസ്ഫറും അതുപോലെ തന്നെ അതിൻ്റെ ക്യാരിയിങ്ങും അതുപോലെ തന്നെ അതെങ്ങനെയാണ് സിസ്റ്റമിക് വാതക വിനിമയമായിട്ട് മാറുന്നതെന്നെല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മേജറായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അതെന്താണ്? യെസ്, സെല്ലുലാർ എയറോബിക് റെസ്പിറേഷനെ പറ്റിയാണ്. ഓക്കെ, അതായത് കോശശ്വസനത്തെ പറ്റിയാണ്. നമ്മൾ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചു, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷനും പഠിച്ചു. ഇനി ഈ ഓക്സിജനെ കൊണ്ട് സെല്ലിനകത്ത് എന്തൊക്കെ ഉപകാരമാണ് ഉണ്ടാകുന്നത്, അതിലൂടെ എങ്ങനെയാണ് ഗ്ലൂക്കോസിൽ നിന്നും ATP അഥവാ എനർജിയെ വിഘടിപ്പിച്ച് അത് നമ്മുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ മാറ്റുന്നത് എന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ ടേബിൾ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എവിടെയാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്? അത് സൈറ്റോപ്ലാസത്തിലാണ് അഥവാ കോശദ്രവ്യത്തിലാണ്. ഓക്കെ, ഇനി ക്രബ് സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയാണ്. സെല്ലിലെ മൈറ്റോകോൺട്രിയയിലാണ് ക്രബ് സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, ഇനി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഥവാ ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഗ്ലൈക്കോളിസിൽ എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഇനി ക്രബ് സൈക്കിൾ നോക്കുന്ന സമയത്ത് അവിടെ പൈറുവിക് ആസിഡാണ് ആ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊഡക്ട്സ് നോക്കാം. ഗ്ലൈക്കോളിസിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? പൈറുവിക് ആസിഡ്, ATP എന്നിവയാണ്. ക്രബ് സൈക്കിളിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ പ്രൊഡക്റ്റ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഏറ്റവും ആവശ്യമുള്ള ATP ഉണ്ട്. ഓക്കെ, സോ നമ്മൾ കണ്ടല്ലോ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് കണ്ടല്ലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം അഥവാ ട്രാൻസ്പോർട്ടേഷനാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ, ബൈകാർബണേറ്റ്സ് അതുപോലെ തന്നെ പ്ലാസ്മയിൽ ഡിസോൾവ് ആയ രീതിയിലൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഓക്കെ, ഇനി ഓക്സിജൻ്റെ നീഡ് ഉണ്ടോ? ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ്റെ ആവശ്യമില്ല. ക്രബ് സൈക്കിളിലോ? അവിടെ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ എവിടെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ, കമ്പയർ ചെയ്ത് പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ? മറന്നു പോകാൻ പാടില്ല. ഈ ടേബിൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് ഈ പറയുന്ന സെല്ലിൽ വെച്ചിട്ട് അതായത് എനർജി പ്രൊഡക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ്? ഗ്ലൂക്കോസ് അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ് ആൻഡ് അവിടെ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്? CO2 ഉണ്ടാകുന്നുണ്ട്, H2 ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ 30 ATPയും ഫോം ചെയ്യുന്നുണ്ട്. എത്ര ATP ആണ് ഫോം ചെയ്യുന്നത്? 30 ATP. ഓക്കെ, ഇതാണ് അതിൻ്റെ ഓവറോൾ രാസപ്രവർത്തനം അഥവാ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതിലേതെങ്കിലുമൊക്കെ ഭാഗം മിസ്സിങ് തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാലോ? ഓക്കെ, നോക്കാം. ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ഹരിതകണത്തിലെ ഗ്രാന അഥവാ സ്ട്രോമ, ക്ലോറോഫില്ലിലെ ഗ്രാന സ്ട്രോമ എന്ന് പറയുന്ന ഭാഗത്താണ് നടക്കുന്നത്. ഓക്കെ, കോശശ്വസനം അഥവാ എയറോബിക് സെല്ലുലാർ റെസ്പിറേഷൻ എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലും അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലുമാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് ഈ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ളത്? ഫോട്ടോസിന്തസിന് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. എന്നാൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണ്? ഗ്ലൂക്കോസ് അതുപോലെ തന്നെ ഓക്സിജൻ. എന്തൊക്കെയാണ് പ്രൊഡക്ട്സ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഗ്ലൂക്കോസ് ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, അതുപോലെ തന്നെ ATP ഉണ്ടാവും. കോശശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് ATP ഫോം ചെയ്യും. ഓക്കെ, ഇനി ഓക്സിജൻ്റെ നീഡ് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ഓക്സിജൻ്റെ ആവശ്യമില്ല. എന്നാൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുമ്പോൾ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ കണ്ടില്ലേ? ക്രബ് സൈക്കിളിൽ കണ്ടില്ലേ? യെസ്, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതും കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചോളണം. ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇത്. ഓക്കെ, സോ ക്രബ് സൈക്കിളും ഗ്ലൈക്കോളിസിസും ഒന്നും കൺഫ്യൂഷനായി പോകാൻ പാടില്ല. എവിടെയൊക്കെയാണ് നടക്കുന്നത് ഒന്നാമത്തെ കാര്യം പഠിക്കുക. രണ്ടാമതായിട്ട് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. മൂന്നാമതായിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് പഠിക്കുക. നാലാമതായിട്ട് ഓക്സിജൻ്റെ നീഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഹീമോഗ്ലോബിനും കൂടി ഒന്ന് പഠിക്കാം. അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ പോർഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഹീമോഗ്ലോബിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമുക്ക് അതുകൂടെ ഒന്ന് പഠിക്കാം.
ഹീമോഗ്ലോബിനെ പറ്റി പഠിക്കുന്ന സമയത്ത് RBC അഥവാ റെഡ് ബ്ലഡ് സെല്ലിലുള്ള ഒരു പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹീമോഗ്ലോബിനിലുള്ള പ്രോട്ടീൻസിൻ്റെ മേജർ കോമ്പണൻ്റ് എന്ന് പറയുന്നത് അയൺ ആണ്. ഓക്കെ, 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് RBC. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൗണ്ട് നിങ്ങൾ ഏകദേശം മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂളോ അല്ലെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളോ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹീമോഗ്ലോബിൻ്റെ അളവിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് 12 മുതൽ 16 ഗ്രാം വരെയാണ് ഒരു ഡെസിലിറ്ററിൽ ഒരു ഫീമെയിൽ ബോഡിയിൽ വേണ്ടത്. ഓക്കെ, 12 to 16 ഗ്രാം പെർ ഡെസിലിറ്റർ. ഓക്കെ, ഇനി മെയിലിൻ്റെ കേസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ്? 14 to 18 ആണ് ഒരു ഡെസിലിറ്ററിൽ വേണ്ട ഹീമോഗ്ലോബിൻ്റെ അളവ്. അത് ഗ്രാമിലാണ് കൊടുത്തിരിക്കുന്നത്. 14 to 18 ഗ്രാം പെർ ഡെസിലിറ്റർ ഓഫ് ബ്ലഡ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിരിക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ അളവിൽ കുറവാണ് ഒരാളുടെ ബോഡിയിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനീമിക് ആകാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെല്ലാം വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൗണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, സോ ആ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക. ഓക്സിജൻ അത് ഹീമോഗ്ലോബിനെ കമ്പൈൻ ചെയ്യുന്ന പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ എത്ര ഓക്സിജൻ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും? യെസ്, 4 ഓക്സിജൻ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അനീമിയ ഒരാളുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മേജറായിട്ട് അനീമിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ബൈ ഡെഫിഷ്യൻസി ഓഫ് നമ്പർ ഓഫ് ക്വാളിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഓർ ഹീമോഗ്ലോബിൻ ലീഡിങ് ടു റെഡ്യൂസ്ഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ദ ബോഡി. ഓക്കെ, അതായത് ക്വാളിറ്റിയുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ്, അത് ഇത്ര ഡെസിലിറ്ററിൽ വേണ്ട അളവ് നമ്മൾ കണ്ടില്ലേ, ആ അളവില്ലാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട് അനീമിക് ആകുകയും അതുപോലെ തന്നെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട്, ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ മേജറായിട്ട് എന്താണ്? ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ആ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടിന് എറർ വരികയും അതിലൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ള ബോഡി മാനേജ്മെൻറ്റ് നടക്കാതെ വരികയും അങ്ങനെ പല അസുഖങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അനീമിക് ആകുന്നതുകൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അനീമിയയുടെ 1-2 എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു അനീമിക് ഡിസീസ് ഉണ്ട്. അതുപോലെ തന്നെ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഉണ്ട്, അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനീമിയാണ്. ഓക്കെ, ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് പലതരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കാം, അതുപോലെ തന്നെ ജനറ്റിക് ഡിസീസ് കൊണ്ട് സംഭവിക്കാം, ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈറസിൻ്റെയോ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ഇത് സംഭവിക്കാം. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനീമിയ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, റെഡി? ഇപ്പോൾ ഓൾമോസ്റ്റ് ഹീമോഗ്ലോബിൻ വരെയുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഫർദർ ക്ലാസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.